മാറഞ്ചേരി ന്യൂസ് പക്ഷം മറുപക്ഷത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. വളരെ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് തന്നെ ആഗോള മാറഞ്ചേരിക്കാരുടെ സ്വന്തം പ്രാദേശിക ചാനലായി മാറിയ മാറഞ്ചേരി ന്യൂസ് ഓൺലൈൻ ടീം ഇന്നു മുതൽ നിങ്ങൾക്ക് മുമ്പിൽ മറ്റൊരു പുതിയ അധ്യായം കൂടി അവതരിപ്പിക്കുകയാണ്. പക്ഷം മറുപക്ഷം. ഏതൊരു സംഭവത്തിനായാലും, അത് ഒരു കേസിനായാലും ഒരു ഇൻസിഡന്റിനായാലും എന്ത് തരത്തിലുള്ള വിഷയങ്ങൾക്കായാലും രണ്ട് പക്ഷങ്ങളുണ്ടാവുക എന്നത് സ്വാഭാവികമാണ്. ഇരു പക്ഷങ്ങൾക്കും ഉണ്ടാവും സ്വപക്ഷം വെളിവാക്കാനുള്ള, അല്ലെങ്കിൽ സ്വന്തം പക്ഷം മറ്റുള്ളവർ കേൾക്കണമെന്ന ഒരാഗ്രഹം. അതൊരു പക്ഷേ ഒരു പരിധിവരെ അവകാശമാണെന്ന് കരുതുന്നവരുമുണ്ട്. ആ ചിന്തയ്ക്കും അവകാശവാദത്തിനും ഒരു അവസരം ഒരുക്കുകയാണ് മാറഞ്ചേരി ന്യൂസ് പക്ഷം മറുപക്ഷം എന്ന ഈ പരിപാടിയോട്. ഇരുപക്ഷത്തുമുള്ള ആളുകൾക്ക് സ്വപക്ഷം പറയാനുള്ള ഒരവസരം. മാറഞ്ചേരിയിലെയും പരിസര പ്രദേശങ്ങളിലെയും വാർത്തകൾ തത്സമയം ആഗോള മാറഞ്ചേരിക്കാരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രാദേശിക ചാനൽ എന്ന രീതിയിൽ ഇത്തരത്തിലൊരു പരിപാടി തുടങ്ങുന്നത് നമ്മൾ ആദ്യ എപ്പിസോഡിൽ തന്നെ ചർച്ചയ്ക്കെടുക്കുന്നത് നമ്മുടെ പഞ്ചായത്തിന്റെ അധ്യക്ഷ, അതുപോലെ തന്നെ പ്രതിപക്ഷത്തിരിക്കുന്ന ശ്രീമാൻ ശ്രീജിത്ത് തുടങ്ങിയവർ തമ്മിലുള്ള കഴിഞ്ഞ ദിവസം ഉടലെടുത്ത ഒരു പുതിയ വിഷയവുമായി ബന്ധപ്പെട്ട. നമുക്കെല്ലാം അറിയാം, കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി മാറഞ്ചേരിയിലെ പല പ്രദേശങ്ങളിലും സേവ് CPM എന്ന പേരിൽ ഒരു നോട്ടീസ് പ്രചരിക്കുന്നുണ്ട്. ഏറ്റവും അവസാനം ഇറങ്ങിയ ഈ ഒരു നോട്ടീസിന്റെ ഏറ്റവും അവസാനത്തെ പാരഗ്രാഫ് അത് അതിരുവിട്ട സ്ത്രീ വിരോധം, അല്ലെങ്കിൽ സ്ത്രീകളുടെ മാനത്തിന് തന്നെ കളങ്കം ചാർത്തുന്ന രീതിയിലുള്ള പദപ്രയോഗങ്ങളും ആരോപണങ്ങളുമൊക്കെ ഉൾപ്പെടുത്തി നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിനെ തന്നെ നേരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു നോട്ടീസായിരുന്നു. ഈ നോട്ടീസ് പുറത്തിറങ്ങുന്ന സമയത്ത് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സിന്ധു പഞ്ചായത്ത് പരിധിക്കുള്ളിൽ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം രാജ്യത്തിന് മറ്റൊരു ഭാഗത്ത് ഒരു ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട യാത്രയിലായിരുന്നു. അവർ തിരിച്ചെത്തിയ ഉടനെ പഞ്ചായത്തിന്റെ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു മുഖ്യ മെമ്പർക്ക് നേരെ, 10ാം വാർഡ് മെമ്പർ ശ്രീജിത്തിന് നേരെ, ശ്രീജിത്ത് ഉൾപ്പെടെയുള്ള ചില വ്യക്തികൾക്ക് നേരെ ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു. മേൽപ്പറഞ്ഞ നോട്ടീസ് സോഷ്യൽ മീഡിയയിലൂടെയും നേരിട്ടും ജനങ്ങളിലേക്ക് പ്രചരിപ്പിച്ചു എന്നുള്ളതാണ് കേസ്. ഇത് അവരുടെ മാനത്തിന് വ്യക്തിഹത്യ അവരെ ചെയ്യാൻ ഉദ്ദേശത്തോടെ തന്നെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ അത് പുറത്തിറക്കി അത് വിതരണം ചെയ്തു എന്നുള്ളതാണ് പരാതിയിൽ ഉന്നയിച്ചിട്ടുള്ള പ്രധാന ആരോപണം. പോലീസ് അതിന്റെ FIR തയ്യാറാക്കി കഴിഞ്ഞു. കേസ് അതിന്റെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പഞ്ചായത്തിന്റെ അധ്യക്ഷ കൂടിയായിട്ടുള്ള പരാതിക്കാരിയായിട്ടുള്ള അഡ്വക്കേറ്റ് സിന്ധു പക്ഷം മറുപക്ഷത്തിൽ ആദ്യം നമ്മളോട് അവരുടെ പക്ഷം വിവരിക്കും. ഒരുപക്ഷെ ഈ അടുത്തിടെ കേരളത്തിലെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ആദ്യമാണ്, ഒരു അപൂർവമായാണ് ഒരു വാർഡ് മെമ്പർക്കെതിരെ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു കേസ് ഫയൽ ചെയ്യാന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഒരു കേസ്, ഇതിന്റെ ഒരു സാഹചര്യം ഒന്ന് വിശദീകരിക്കും. മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല രീതിയിൽ ഭരണവും പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. കഴിഞ്ഞ 24-ാം തീയതി മുതൽ 1-ാം തീയതി വരെ ഞാൻ പഞ്ചായത്തുകളുടെ കിലയുടെ നേതൃത്വത്തിലുള്ള ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് ഹിമാചൽ പ്രദേശ്, പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ അവിടുത്തെ പഞ്ചായത്തുകൾ സന്ദർശന പരിപാടിയിലായിരുന്നു. ആ സമയത്ത് എനിക്കെതിരെ വളരെ എന്നെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന, എന്നെ പൊതുസമൂഹത്തിനകത്ത് അപമാനിതയാക്കുന്ന തരത്തിലുള്ള, അവഹേളിക്കുന്ന തരത്തിലുള്ള ഒരു വാട്സപ്പ് സന്ദേശവും അതേപോലെ തന്നെ ഒരു നോട്ടീസും മാറഞ്ചേരിയിലും പരിസര പ്രദേശങ്ങളിലും ഇവിടുത്തെ പല വാട്സപ്പ് ഗ്രൂപ്പുകളിലും പ്രചരിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. എന്നാൽ ആ നോട്ടീസിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെ ആർക്കും വിമർശിക്കാം, പഞ്ചായത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാം. അതൊക്കെ സ്വാഭാവികമാണ്. നമ്മുടെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ പരസ്പരം രാഷ്ട്രീയമായിട്ട് നമ്മൾ അഭിപ്രായങ്ങൾ പറയുന്നതും പ്രതിരോധിക്കുന്നതും അല്ലെങ്കിൽ നേട്ടക്കോട്ടങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നതും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. എന്നാൽ ആ വാട്സപ്പ് സന്ദേശവും
ഇവിടെ നാട്ടിൽ പ്രചരിപ്പിക്കപ്പെട്ട ഒരു നോട്ടീസ് എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന അവഹേളിക്കുന്ന ഒരു നോട്ടീസാണ് ആ നോട്ടീസ്. പ്രത്യേകിച്ചും ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ എനിക്ക് മാനഹാനി ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രയോഗങ്ങളാണ് ആ നോട്ടീസിനകത്ത് വന്നിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ആ നോട്ടീസ് ഒന്ന് അത് പ്രചരിപ്പിക്കപ്പെട്ടതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് ഞാനടക്കമുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അത് വന്നിട്ടുണ്ട്. മുൻ പഞ്ചായത്ത് മെമ്പർ മാധവൻ ആണ് ഞാനടക്കമുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അത് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത് നിലവിലുള്ള പഞ്ചായത്ത് മെമ്പർ 10ാം വാർഡ് മെമ്പറായിട്ടുള്ള ശ്രീജിത്ത് അതിന്റെ പ്രിന്റഡ് ഫോം ജനപ്രതിനിധികളായിട്ടുള്ള ആളുകൾക്കും മറ്റു പലർക്കും പ്രചരിപ്പിച്ചതായിട്ട് എനിക്ക് നേരിട്ട് അറിവ് കിട്ടിയിട്ടുണ്ട്, എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ പൊതുജന മധ്യത്തിനകത്ത് എന്നെ അപമാനിതയാക്കിയിട്ടുള്ള എനിക്കെതിരെ ഉന്നയിച്ചിട്ടുള്ള ഈ ആരോപണങ്ങൾ എന്ന് പറയുന്നത് എനിക്ക് വളരെയധികം പ്രയാസം ഉണ്ടാക്കുന്നതാണ്, മാനഹാനി ഉണ്ടാക്കുന്നതാണ്. അതിനെതിരെ പ്രതിരോധിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. എന്നെ പോലെയുള്ള ഒരുപാട് സ്ത്രീകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാരായിട്ട് ജനപ്രതിനിധികളായിട്ടും ഈ നാട്ടിൽ നിൽക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു സ്ത്രീക്കെതിരെ അവരുടെ ഔദ്യോഗികമായിട്ടുള്ള പ്രവർത്തനങ്ങളെ വിമർശിക്കാം, അല്ലെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാം. എന്നാൽ അവരുടെ ഒരു മൊറാലിറ്റിയെ തകർക്കുന്ന തരത്തിലേക്കുള്ള അവരുടെ ഒരു അത്തരത്തിലുള്ള ഒരു പ്രയോഗവുമായിട്ട് ആര് മുന്നോട്ട് വന്നു കഴിഞ്ഞാലും അതിനെതിരെ പ്രതികരിക്കുക എന്നുള്ളത് എന്റെ ബാധ്യതയും കൂടിയാണ്. ഞാനൊരു സുപ്രഭാതത്തിൽ ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനത്തിലോ രാഷ്ട്രീയത്തിലോ വന്നിട്ടുള്ള ഒരാളല്ല. ഞാൻ എന്റെ വിദ്യാർത്ഥി ജീവിതം മുതൽ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന SFIയിലൂടെയും DYFIയിലൂടെയും മഹിള അസോസിയേഷനിലൂടെയും CPMലൂടെയൊക്കെ ഒരു 10-26 കൊല്ലമായി പൊതുരംഗത്ത് സജീവമായി നിൽക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ വ്യക്തിജീവിതം എന്താണ് എന്നുള്ളത് ഈ നാട്ടിലെ ആളുകൾക്കൊക്കെ ബോധ്യമുള്ള കാര്യമാണ്. പക്ഷെ അങ്ങനെയുള്ള ഒരു പൊതുരംഗത്ത് സജീവമായി നിൽക്കുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് ഒരിക്കലും പ്രയോഗിക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള പ്രയോഗങ്ങളും ഭാഷയും ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രചരണം നടത്തുമ്പോൾ അതിനെതിരെ പ്രതികരിക്കേണ്ടത് തീർച്ചയായിട്ടും എന്നെ പോലെയുള്ള ഒരു സ്ത്രീയുടെ കടമയും ഉത്തരവാദിത്വമാണോ എന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ അങ്ങനെ ഒരു പരാതി കൊടുക്കാനുണ്ടായിട്ട് സാഹചര്യം. ഇതേ നോട്ടീസ് ഇറങ്ങുന്ന സമയത്ത് തന്നെയാണ് പഞ്ചായത്തിന് ഒരു പക്ഷേ മികച്ച പഞ്ചായത്തുകളിൽ കേരളത്തിലെ മികച്ച പഞ്ചായത്തുകളെ തെരഞ്ഞെടുക്കുന്ന കൂട്ടത്തിൽ ഒരു പഞ്ചായത്തെ തെരഞ്ഞെടുത്ത ഒരു സംഭവം ഉണ്ടായി. ഇതിനെ പ്രതിരോധിച്ചുകൊണ്ടല്ലേ ഇതൊരു ശരിയായ നടപടി ആയിരുന്നില്ല, തെരഞ്ഞെടുപ്പ് ആയിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടും വാർഡ് മെമ്പർ രംഗത്ത് വന്നിരുന്നു. ഈ സംഭവത്തെ എങ്ങനെയാണ് കൂട്ടി വായിക്കുന്നത്? ഈ രണ്ട് സംഭവം കൂടി കൂട്ടി വായിക്കാൻ തീർച്ചയായിട്ടും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. മാറഞ്ചേരി ഗ്രാമപഞ്ചായത്ത് കേരളത്തിലെ 15 പഞ്ചായത്തുകൾ മികച്ച ജനകീയ പഞ്ചായത്തുകളെ തെരഞ്ഞെടുത്തപ്പോൾ മറ്റു പഞ്ചായത്തുകൾക്ക് മാതൃകയാക്കാൻ പറ്റുന്ന പഞ്ചായത്തുകളെയാണ് മികച്ച പഞ്ചായത്തുകളായിട്ട് കിലയുടെ സഹായത്തോടു കൂടി IMG തെരഞ്ഞെടുത്തിട്ടുള്ളത്. ആ തെരഞ്ഞെടുത്ത ആ ഒരു വിവരം ഞാൻ പഞ്ചായത്ത് ഭരണസമിതിയിൽ അറിയിച്ചു. അതിന്റെ 3ാമത്തെ ദിവസമാണ് എനിക്കെതിരെയുള്ള വ്യക്തിപരമായിട്ടുള്ള ആരോപണങ്ങളുമായിട്ട് ഒരു നോട്ടീസ് പ്രത്യക്ഷപ്പെടുന്നത്. മാറഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അറിയാം, കേരളത്തിലെ ഏറ്റവും മികച്ച രീതിയിൽ നിൽക്കുന്ന ഒരു പഞ്ചായത്ത് തന്നെയാണ് മാറഞ്ചേരി. അതിൽ ഒരു തർക്കവുമില്ല. പൊതുജനത്തിനുള്ള സേവനത്തിന്റെ കാര്യമായാലും നൂതന പദ്ധതികൾ ആവിഷ്കരിക്കുന്ന പ്രവർത്തനത്തിലായാലും ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന കാര്യത്തിലായാലും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നിന്നുകൊണ്ട് വളരെ നല്ല രീതിയിലുള്ളൊരു പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്ന പഞ്ചായത്ത് തന്നെയാണ് മാറഞ്ചേരി ഗ്രാമപഞ്ചായത്ത്. ഒരു അതിര് കവിഞ്ഞ അവകാശവാദമൊന്നും ഞാൻ ഉന്നയിക്കുന്നില്ല. സ്വാഭാവികമായിട്ടും കുറെ പ്രയാസങ്ങളുണ്ടായിരിക്കും. നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് എല്ലാ പ്രവർത്തനങ്ങളെയും നമുക്ക് എത്തിക്കാൻ പൂർണ്ണതയിലെത്തി എന്നുള്ള അവകാശവാദവും ഇവിടെ ഉന്നയിക്കുന്നില്ല. എന്നാൽ പോലും ഒരു ഗ്രാമപഞ്ചായത്തിന്റെ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം നിന്നുകൊണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളെയും സേവന പ്രവർത്തനങ്ങളെയും പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത്
ഒരു തർക്കത്തിന് വിധേയമായിട്ടുള്ള ഒരു സംഭവമല്ല. 100% അത് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് എന്റെ ഉറച്ച അഭിപ്രായം. ഈ മികച്ച പഞ്ചായത്തായി തെരഞ്ഞെടുക്കുന്നതിലെ പ്രധാന ഘടകമായി വർത്തിച്ച ISO ആവട്ടെ, അല്ലെങ്കിൽ ഇവിടുത്തെ നേരത്തെ നമ്മൾ പ്രഖ്യാപിച്ച ചില പദ്ധതികളാണ്, പ്രത്യേകിച്ച് ക്യാൻസർ പദ്ധതികൾ ഉൾപ്പെടെയുള്ള പദ്ധതികൾ. ഇതൊക്കെ ഒരു വിജയമായിരുന്നില്ല എന്ന തരത്തിലേക്കുള്ള ഒരു ആരോപണം അവരുടെ ഭാഗത്ത് ഉന്നയിച്ചിരുന്നു. പ്രത്യേകിച്ച് ക്യാൻസർ പരിപാടിയും ISO ഉൾപ്പെടെയുള്ള കാര്യങ്ങളും. ഇതേക്കുറിച്ച് എന്താണ് മറുപടിയായിട്ട് പറയാനുള്ളത്? അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ISO എന്ന് പറയുന്നത് ഒരു സർട്ടിഫിക്കേഷനാണ്. ISO സർട്ടിഫിക്കേഷൻ അത് തരുന്നത് സർട്ടിഫിക്കേഷൻ ബോഡിയാണ് പഞ്ചായത്തിന് ISO തരുന്നത്. ആ സർട്ടിഫിക്കേഷൻ ബോഡിയുടെ പൂർണ്ണമായിട്ടും ബോധ്യപ്പെട്ട പ്രവർത്തനമാണ് മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ സേവന മേഖലയിലുള്ള ഇടപെടൽ. അതിന്റെ ഭാഗമായിട്ടാണ് ISO സർട്ടിഫിക്കേഷൻ 2015 പഞ്ചായത്തിന് കിട്ടുന്നത്. അതിന്റെ എല്ലാ വർഷവും 3 വർഷത്തേക്കാണ് ഒരു ISO സർട്ടിഫിക്കേഷൻ ഒരു സ്ഥാപനത്തിന് തരുന്നത്. എന്നാൽ ഓരോ വർഷവും അതിന്റെ ഇന്റേണൽ ഓഡിറ്റ് നടക്കുന്നുണ്ട്. 2016-17 ഓഡിറ്റ് പൂർത്തിയാക്കി. ആ ഓഡിറ്റിലും സർട്ടിഫിക്കേഷൻ ബോഡി സാറ്റിസ്ഫൈ ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ISO സർട്ടിഫിക്കറ്റ് നിലനിന്ന് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. പഞ്ചായത്ത് സേവനാവകാശ നിയമത്തെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ പഞ്ചായത്ത് കൊടുക്കേണ്ട സർവീസിനെ സംബന്ധിച്ചിടത്തോളം, അതിനകത്ത് നമുക്ക് ചെയ്യാവുന്നതിന്റെ പരമാവധി മാറഞ്ചേരി ഗ്രാമപഞ്ചായത്ത് സേവനങ്ങൾ നൽകി വരുന്നുണ്ട്. ചില പോരായ്മകളൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാവാം. അത് ഉദ്യോഗസ്ഥ സംവിധാനത്തെ ആശ്രയിച്ചായിരിക്കാം. കാലാകാലങ്ങളിൽ മാറി വരുന്ന ഉദ്യോഗസ്ഥരുടെ ഇടപെടലുകൾ ഉണ്ടായിരിക്കാം. അതിൽ വരുന്ന ഗ്യാപ്പുകൾ ഉണ്ടായിരിക്കാം. പക്ഷെ എന്നിരുന്നാൽ പോലും നല്ല രീതിയിലുള്ള സേവന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പഞ്ചായത്ത് ഭരണസമിതിയും ജീവനക്കാരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് അതിനകത്തേക്ക് പോകുന്നത്. അതിൽ ഒരു ആരോപണം ഉന്നയിച്ചതായിട്ട് ഞാൻ കണ്ടു. പഞ്ചായത്തിന്റെ ജീവനക്കാരുടെ മികവാണ് ISO എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഞാൻ അത് അംഗീകരിക്കുന്നുണ്ട്. ഗ്രാമപഞ്ചായത്തിലെ ജീവനക്കാരുടെ മികവ് തന്നെയാണ്. പക്ഷെ ആ മികവിന് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന ഒരു ഭരണസമിതിയാണ് മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടായിരുന്നത്, ഇപ്പോഴും ഉള്ളത് എന്നുള്ളത് കൊണ്ടാണ് ആ മികവ് മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ നിലനിർത്തി പോകുന്നതിന് സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഉദ്യോഗസ്ഥർ തന്നെയാണ് സേവനം നൽകേണ്ടത്, അല്ലാതെ ജനപ്രതിനിധികളല്ല. ജനപ്രതിനിധികളുടെ ബാധ്യത എന്ന് പറയുന്നത്, ഉത്തരവാദിത്തം എന്ന് പറയുന്നത്, ആ സേവനം സമയബന്ധിതമായി കൊടുക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു സാഹചര്യം ഗ്രാമപഞ്ചായത്തിൽ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതിൽ 100% ഞങ്ങൾക്കതിന് നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട്. അത് ഭരണസമിതിയുടെ മികവ് തന്നെയായിട്ടാണ് എനിക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതേപോലെ തന്നെ ആ വിമർശനത്തിനകത്ത് ഞാൻ കണ്ടതാണ് അതിജീവനം പോലെയുള്ള പദ്ധതികൾ. ആ അതിജീവനം പോലെയുള്ള പദ്ധതികൾ ഇവിടത്തെ പൊതുജനങ്ങളുടെ വിജയമാണ് എന്നുള്ളതാണ് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നത്. എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. മാറഞ്ചേരി ഗ്രാമപഞ്ചായത്ത് നൂതനമായിട്ടുള്ള ഒരു പദ്ധതി ആവിഷ്കരിക്കുകയും അത് മാറഞ്ചേരിയിലെ ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കുകയും മാറഞ്ചേരിയിലെ ജനങ്ങളുടെ പൂർണ്ണ പങ്കാളിത്തത്തോടെയും നേതൃത്വത്തോടും കൂടി ഞങ്ങൾക്ക് അത് ഏറ്റെടുത്ത് നടത്താൻ കഴിഞ്ഞു, വിജയിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് അതിജീവനം പദ്ധതിയുടെ വിജയം എന്ന് പറയുന്നത്. അതിന് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ള ഭരണസമിതിക്കാണ്. പിന്നെ അതിനകത്ത് ഉന്നയിച്ചിട്ടുള്ള അതിന്റെ കണക്ക് അവതരിപ്പിച്ചിട്ടില്ല, അതിന്റെ മറ്റു കാര്യങ്ങൾ റിസൾട്ട് പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നത്, അത് പഞ്ചായത്ത് ഭരണസമിതിയുടെ ഒരു പദ്ധതിയുടെ ഭാഗമാണ്. ആ പഞ്ചായത്ത് ഭരണസമിതിക്ക് അന്നത്തെ പഞ്ചായത്ത് ഭരണസമിതി അംഗീകരിച്ചിട്ടുള്ള പ്രവർത്തനമാണ്. അതിന്റെ കണക്കും കാര്യങ്ങളും ആ ഭരണസമിതിക്ക് ബോധ്യപ്പെട്ടു പോയിട്ടുള്ളതാണ്. അതൊരു പുതിയ ഭരണസമിതിയുടെ പദ്ധതിയല്ല, കഴിഞ്ഞ ഭരണസമിതിയുടെ പദ്ധതിയാണ്, പഞ്ചായത്തിന്റെ പദ്ധതിയാണ്. പിന്നെ പറയുന്നത് അതിന്റെ രോഗികളുടെ വിവരം പുറത്തുവിട്ടില്ല. അത് തീർച്ചയായിട്ടും സ്വകാര്യമായിട്ടുള്ള വസ്തുതകളാണ്. രോഗികളുടെ എന്നുള്ളതിനപ്പുറത്തേക്ക് പൊതുവെ നമുക്കും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, രോഗികളുടെ എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ ഒരു പദ്ധതിയുടെ അവസാനം നമുക്കൊരു കൺക്ലൂഷൻ എന്ന രീതിയിൽ എന്തെങ്കിലും കൊടുക്കാനായിട്ട് ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇനി കഴിയുമോ? അതിന്റെ ഡാറ്റാസ് മുഴുവൻ പഞ്ചായത്തിന്റെ കയ്യിലുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമഗ്രമായി നടത്തിയിട്ടുള്ള ഡാറ്റാസ് മുഴുവൻ പഞ്ചായത്തിന്റെ കയ്യിലുണ്ട്. ആ ഡാറ്റാസ് വരും കാലത്തെ മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ ആരോഗ്യ മേഖലകളുടെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ഡാറ്റാസാണ്. അതിന് ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അതിജീവനത്തിന്റെ തുടർ പദ്ധതി ഞങ്ങൾ ഈ വർഷം വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് ഗുണകരമായിട്ട് ഇപ്പോഴും പഞ്ചായത്തിന്റെ കയ്യിലുണ്ട് എന്നുള്ളതാണ്. അതൊരു ഡാറ്റ കളക്ഷൻ മാത്രമായിരുന്നു, അതോ രോഗികളെ കണ്ടെത്തി അവർക്ക് എന്തെങ്കിലും സപ്പോർട്ട് കൊടുക്കുന്ന സംവിധാനം ഉണ്ടായിരുന്നോ? ഒന്ന്, അതിജീവനം എന്ന് പറയുന്നത് സമഗ്ര രോഗപ്രതിരോധ പ്രവർത്തനമാണ്. ഒരു ചികിത്സാ പദ്ധതി ആയിരുന്നില്ല അതിജീവനം എന്ന് പറയുന്നത്. അതിജീവനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിനിടയിൽ നിന്ന് ക്യാൻസർ പോലെയുള്ള മഹാരോഗങ്ങൾ നമുക്കിടയിലേക്ക് കടന്നു വരുമ്പോൾ അതിനെ പ്രതിരോധിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു അവയർനെസ്സും ഒരു ക്യാമ്പയിനും നമ്മുടെ സമൂഹത്തിൽ വളർത്തിക്കൊണ്ടുവരികയും ആ രോഗം നേരത്തെ കണ്ടെത്താൻ കഴിയുന്ന തരത്തിലേക്കുള്ള ചില
ഇടപെടലുകൾ നടത്തുന്ന ഒരു പ്രവർത്തനമായിരുന്നു അതിജീവനം എന്ന് പറയുന്നത്. അല്ലാതെ അതിനകത്ത് നടത്തിയിട്ടുള്ള കണ്ടെത്തിയ രോഗികളെ ചികിത്സിക്കുക എന്നുള്ളതായിരുന്നില്ല ആ പ്രവർത്തനത്തിന്റെ ഉദ്ദേശം. ഇപ്പോഴും ഗ്രാമപഞ്ചായത്തിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഏതൊരു ഗ്രാമപഞ്ചായത്തായി കഴിഞ്ഞാലും രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിലാണ് ഊന്നൽ നൽകുന്നത്. ആ രീതിയിൽ ഞങ്ങൾ രോഗപ്രതിരോധ പ്രവർത്തനത്തിന്റെ തുടക്കമാണ് അതിജീവനം. അതിജീവനം എന്ന് പറയുന്ന പദ്ധതി അവസാനിച്ചിട്ടുള്ള പദ്ധതിയല്ല. അതിന്റെ തുടർ പ്രവർത്തനങ്ങൾ വരും ദിവസങ്ങളിൽ മാറഞ്ചേരിയുടെ ആരോഗ്യ മേഖലയിൽ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും എന്നാണ്. നമ്മുടെ ഈ കേസുമായി ബന്ധപ്പെട്ട് തന്നെ ചർച്ചയിലേക്ക് തിരിച്ചു വരുമ്പോൾ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എതിർസ്ഥാനത്ത് നിൽക്കുന്ന പഴയ മെമ്പറും പുതിയ ഇപ്പോഴത്തെ ഭരണസമിതിയിലുള്ള മെമ്പറും ഒക്കെ അടങ്ങുന്ന ഒരു സംഘം ഇപ്പോൾ ആരോപിച്ചിട്ടുള്ളത് ഇത് നിലവിലെ ഭരണത്തിന്റെ കൊടുകാര്യസ്ഥ അല്ലെങ്കിൽ സ്വജനപക്ഷപാതം മറച്ചു പിടിക്കുന്നതിനുള്ള ഒരു മറയാക്കിയാണ് കേസ് കൊടുത്തിട്ടുള്ള രീതിയിലേക്ക് ഒരു പ്രചരണവുമായി വരുന്നു. ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ രാഷ്ട്രീയമായിട്ട് പ്രതിരോധിക്കേണ്ട മേഖലകൾ രാഷ്ട്രീയമായി തന്നെ പ്രതിരോധിക്കുന്നതിന് അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവും പ്രാപ്തിയും ഒക്കെ ഉള്ള ഒരാളായിട്ടാണ് ഞാൻ എന്നെ തന്നെ വിലയിരുത്തുന്നത്. എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു പരാതി, ഒരു സ്ത്രീ അപമാനിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് വ്യക്തിപരമായിട്ട് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾക്കെതിരെ പരാതി കൊടുക്കേണ്ട ഒരു സാഹചര്യമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഏതൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവര് അപമാനിക്കപ്പെടുമ്പോൾ മാത്രമാണ് അവർ അപമാനിക്കപ്പെട്ടു എന്നുള്ളത് പറയുള്ളൂ. അല്ലാതെ ഞാൻ വേറെ എന്തെങ്കിലും തരത്തിലുള്ള പ്രതിരോധത്തിന്റെ ഭാഗമായി ഞാൻ അപമാനിക്കപ്പെട്ടു എന്നുള്ളത് ഒരു സ്ത്രീയും പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നതല്ല. ഞാൻ ഈ പരാതിയുമായിട്ട് മുന്നോട്ട് പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ ഏത് ആരോപണങ്ങൾ നേരിടുന്നതിനും ഞാൻ തയ്യാറാണ്. ആരോപണമുള്ള ആളുകൾക്ക് അത് ഉന്നയിക്കാം, അതിന്റെ വസ്തുതകളുണ്ടെങ്കിൽ അത് തെളിയിക്കാം, അതുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ഈ പരാതി എന്ന് പറയുന്നത് ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ, ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എനിക്കെതിരെ നടത്തിയിട്ടുള്ള അങ്ങേയറ്റം ഒരു ഏതാനും ചില ക്രിമിനലുകളും ഈ പറയപ്പെടുന്ന ജനപ്രതിനിധികളായവരും അല്ലാത്തവരും ഒക്കെ കൂടിച്ചേർന്നിട്ടുള്ള ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു നോട്ടീസ് ഉണ്ടായിട്ടുള്ളതും പ്രചരിച്ചിട്ടുള്ളതും എന്നുള്ളത് 100% ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ആളുകളെ ഈ നോട്ടീസ് ഉത്ഭവം ഏത് ഭാഗത്തുനിന്നായിരിക്കും ചിന്തിക്കുന്നുണ്ടോ? അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഈ നോട്ടീസ് എന്ന് പറയുന്നത് ഒരു ഏതാനും ചില ക്രിമിനൽ ബുദ്ധിയുള്ള ആളുകൾ, ഞാനിപ്പോ ഈ പരാതിയിൽ പറഞ്ഞ ആളുകൾ അടക്കമുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ഒരു നോട്ടീസായിട്ട് തന്നെയാണ് ഞാൻ ഇതിനെ കാണുന്നത്. അത് ആര് അതിനകത്തുണ്ടെങ്കിലും അവരെ പുറത്തു കൊണ്ടുവരുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്റെ ഭാഗത്തുനിന്നുണ്ടാവും. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ, ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള രീതിയിൽ, ഒരു സാമൂഹ്യ പ്രവർത്തക എന്നുള്ള രീതിയിൽ അത് എന്റെ ബാധ്യതയും ഉത്തരവാദിത്വമായിട്ടാണ് ഞാൻ അതിനെ. ഈ കേസ് പൊതുവെ രാഷ്ട്രീയപരമായി ഒക്കെ വരുന്ന ഒരു രാഷ്ട്രീയത്തിന് ഒരുപാട് മാനങ്ങളുള്ള ഒരു കേസാണ്. പൊതുവെ ഇത്തരം കേസുകൾക്ക് ഒരു കുറച്ച് കഴിയുന്ന സമയത്ത് ഒരു രാഷ്ട്രീയമായ അഡ്ജസ്റ്റ്മെന്റുകൾക്ക് കീഴടങ്ങുന്ന ഒരു സ്വഭാവമുണ്ട്. അത്തരത്തിലേക്ക് ഈ കേസ് പോകാനുള്ള സാധ്യതയുണ്ടോ, അതോ ഇതിന്റെ പൂർണ്ണ അവസാന വിജയം വരെ ഇതുമായി മുന്നോട്ട് പോരാടാൻ തന്നെയാണോ? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സൂചിപ്പിച്ചല്ലോ, ഇത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു കേസായിട്ടല്ല ഞാൻ കാണുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ വ്യക്തിത്വത്തിന് ഏറ്റിട്ടുള്ള ഒരു അപമാനമായിട്ടാണ് ഞാൻ ഈ കേസ് കാണുന്നത്. ആ കേസിന്റെ കാര്യത്തിൽ ഞാൻ അതൊരു വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ ഉറച്ചു നിൽക്കാൻ തയ്യാറാണെന്നുള്ളത്. ഒത്തുതീർപ്പുമായി ബന്ധപ്പെട്ടൊന്നും മുന്നോട്ട് വരുന്ന സാഹചര്യം അതായത് ഒത്തുതീർപ്പിന് പ്രസക്തിയില്ല എന്നുള്ളതാണ്. ഈ സമൂഹത്തിനകത്ത് എനിക്ക് നേരിട്ടിട്ടുള്ള അപമാനം ഞാൻ ഇല്ലാത്ത ദിവസങ്ങളിലും ഞാനിപ്പോഴുള്ള ദിവസങ്ങളിലും ഈ സമയങ്ങളിലും മാറഞ്ചേരിയിലെ പൊതുസമൂഹം എന്നെ മുമ്പ് നോക്കിക്കണ്ടിരുന്നതിൽ നിന്ന് ചിലപ്പോൾ വ്യത്യസ്തമായി നോക്കുന്നുണ്ടായിരിക്കാം. അത് എനിക്ക് ഈ സമൂഹത്തിൽ ഈ നോട്ടീസും അല്ലെങ്കിൽ ഈ പ്രചരണവും മൂലം എനിക്കുണ്ടായിട്ടുള്ള ഒരു അപമാനമാണ്. ആ അപമാനത്തിന് ഒരു ഒത്തുതീർപ്പ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം സാധ്യമായിട്ടുള്ള ഒരു സാധനമല്ല. അത് തീർച്ചയായിട്ടും എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു വിഷയമാണ്. ആ വ്യക്തിപരമായിട്ടുള്ള വിഷയമായി തന്നെ ഞാൻ അതിനെ മുന്നോട്ട് പോകുന്നു. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കാവുന്ന ഒരു കുറ്റകൃത്യമാണ്. ഒരു വക്കീൽ എന്ന നിലയ്ക്ക് താങ്കൾക്ക് ആ ഒരു വകുപ്പുകളെ കുറിച്ചും കൃത്യമായ ധാരണയുണ്ട്. ഒരുപക്ഷെ ഒരു മെമ്പർ സ്ഥാനം വരെ നഷ്ടപ്പെടാവുന്ന ഒരു സാഹചര്യം ഈ കേസുമായി മുന്നോട്ട് പോയാലുണ്ട്. അതിനെക്കുറിച്ച് ഒരു കേസിന്റെ പ്രാരംഭഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഞാനൊരു പരാതി കൊടുത്തിട്ടുണ്ട്. പോലീസ് അതിനകത്ത് ഒരു FIR ഇട്ടിട്ടുണ്ട്. ആ കേസിന് ഞാൻ കൊടുത്ത പരാതിയെ സംബന്ധിച്ചിടത്തോളം ഒരു FIR ഇപ്പോൾ ഇട്ട FIR മാത്രം അവസാനിക്കുന്ന ഒരു പരാതിയല്ല. അതിൽ ഫർദർ ഇൻവെസ്റ്റിഗേഷന് ശേഷം വരേണ്ട പല സംഭവങ്ങളുണ്ട്. IT ആക്ടിന്റെ പരിധിയിൽ വരുന്ന വിഷയങ്ങളുണ്ട്. അതേസമയം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ആളുകൾ കൂടിച്ചേർന്ന് ഒരു കുറ്റകൃത്യം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ചില വിഷയങ്ങൾ അതിനകത്ത് വരേണ്ടതുണ്ട്.
അപ്പൊ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കേസിന് ഒരുപാട് മാനങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊക്കെ വരും ദിവസങ്ങളിൽ കാണേണ്ടതാണ്. ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി ഒരു പരാതിക്കാരിക്ക് പരാതി കൊടുക്കാം. നമ്മുടെ ഗ്രീവൻസ് ആണ് നമ്മൾ ആ പരാതിക്കകത്ത് പറയുന്നത്. എന്നാൽ അതിനകത്ത് അതിന്റെ നിയമപരമായിട്ടുള്ള സാധ്യതകളും അതിന്റെ വകുപ്പുകളും എല്ലാം ചേർക്കേണ്ടത് അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്ന ആ ഏജൻസിയാണ്. അത് ഇപ്പൊ അവരുടെ മുമ്പിൽ ഇരിക്കുന്ന ഒരു വിഷയമാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് പരമാവധി നീതി കിട്ടുന്നത് വരെയുള്ള ഒരു ഇടപെടൽ എന്റെ ഭാഗത്തുനിന്നുണ്ടാവും. ഒരു അഭിഭാഷക എന്നുള്ള രീതിയിലും കൂടിയാണ് ഞാൻ അതിനെ നോക്കിക്കാണുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു സാധാരണ ആള് പറയുന്ന രീതിയിൽ ചിലപ്പോൾ എനിക്ക് ഈ വിഷയത്തെ നിങ്ങൾക്കൊരു മറുപടിയായിട്ട് തരാൻ വേണ്ടി സാധിക്കില്ല. അതിനകത്ത് ഒരുപാട് എന്താ പറയാ കാര്യങ്ങൾ കെട്ടുപണഞ്ഞ് കിടക്കുന്നു. എന്റെ ചോദ്യം ഇങ്ങനെയായിരുന്നു, ഇതൊരു പക്ഷേ ഒരു കേസ് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഒരു ഭരണത്തിലെ ഒരു കക്ഷിയാണ്, മെമ്പറാണ്, അവരുടെ ഒരു ഭരണത്തിൽ ഇരിക്കാനുള്ള ആ ഒരു അവകാശം, മെമ്പർ എന്ന ഒരു സ്ഥാനം നഷ്ടപ്പെടുന്ന ഒരു രീതിയിലേക്ക് കൂടി നീങ്ങാനുള്ള സാധ്യതയില്ലേ കേസ് മുന്നോട്ട് പോകുമ്പോൾ? അതാണ് ഞാൻ പറഞ്ഞത്. എന്താണെന്ന് വെച്ചാൽ ഞാനൊരു സാധാരണ വ്യക്തി അഭിപ്രായം പറയുന്നത് പോലെ എനിക്ക് പറയാൻ കഴിയില്ല. അതൊരു നീതിപീഠത്തിന്റെ മുമ്പിലേക്ക് വരേണ്ട ഒരു സാഹചര്യമാണുള്ളത്. അവിടെ കോടതിയാണ്. നമ്മൾ പരാതി പറയുന്നു, അതിനകത്തുള്ള തെളിവുകളും അതിന്റെ മറ്റ് സാഹചര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഒരാൾ കുറ്റക്കാരനാണോ അല്ലേ എന്ന് അന്തിമമായി തീരുമാനിക്കേണ്ടത് കോടതിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അവര് ഒരു ക്രിമിനൽ കുറ്റത്തിന് വിധേയരാണ്. അത് ഞാൻ ആരോപിക്കുന്നു. ബാക്കി തീരുമാനിക്കേണ്ടത് കോടതിയും ഇവിടെ നിലനിൽക്കുന്ന നിയമ വ്യവസ്ഥയുമാണ്. അപ്പൊ അതിനെ ആശ്രയിച്ച് വരുന്നത് നമുക്ക് അതിന്റെ തുടർ കാര്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ബോധ്യപ്പെടുന്ന പക്ഷം മറുപക്ഷത്തിൽ ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം ആരോപണ വിധേയനായ വ്യക്തി അല്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തി ശ്രീജിത്തുമായി നമുക്ക് ശ്രീജിത്തിന്റെ പക്ഷം നമുക്ക് കേൾക്കാം. നേരത്തെ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് അഥവാ ആരോപണം ഉന്നയിച്ച പരാതിക്കാരിയായിട്ടുള്ള പ്രസിഡന്റിന്റെ പക്ഷം നമ്മൾ കേട്ടുകഴിഞ്ഞു. എന്നാൽ UDF കഴിഞ്ഞ ദിവസം UDF ഈ ഒരു വിഷയത്തിൽ ഒരു പ്രസ്താവനയുമായി പത്രസമ്മേളനവുമായി രംഗത്ത് വന്നിരുന്നു. ഇത് പഞ്ചായത്തിലെ കൊടുകാര്യസ്ഥതകൾക്കെതിരെ, പഞ്ചായത്തിലെ സ്വജന പക്ഷപാതത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന ഒരു മെമ്പർ എന്ന രീതിയിൽ ശ്രീജിത്തിനെ ഒതുക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി രാഷ്ട്രീയപരമായി ഒരു ഗൂഢാലോചനയുടെ ഫലമാണ് ഈ ഒരു ഏകപക്ഷീയമായ പരാതി എന്നാണ് UDF ആരോപിച്ചത്. എന്തായാലും ഇതിന്റെ ശ്രീജിത്തിന്റെ പക്ഷം, ഈ ഒരു വിഷയത്തിലെ മുഖ്യ ആരോപണ വിധേയനായിട്ടുള്ള വ്യക്തി എന്ന നിലയ്ക്ക് ശ്രീജിത്തിന്റെ പക്ഷം നമുക്ക് കേൾക്കാം. ശ്രീജിത്തിനെ നമുക്ക് സ്വാഗതം ചെയ്യാം പക്ഷം മറുപക്ഷത്തിലേക്ക്. പഞ്ചായത്ത് രാഷ്ട്രീയ തലത്തിലെ ഒരുപക്ഷെ അപൂർവമായിട്ടാണ് ഒരു പഞ്ചായത്ത് മെമ്പർക്കെതിരെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇത്തരത്തിലൊരു കേസുമായി മുന്നോട്ട് പോകുന്നത്. ഈ ഒരു സാഹചര്യത്തെ ഇതിന്റെ ഒരു പരാതിയുടെ ഒരു പശ്ചാത്തലം എന്താണ്? പരാതിയുടെ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ എന്നോടുള്ളൊരു വ്യക്തിവൈരാഗ്യമായിട്ട് മാത്രമേ നോക്കാറുള്ളൂ. കാരണം രാഷ്ട്രീയപരമായിട്ട് പഞ്ചായത്തിന്റെ ഉള്ളിലെ ഒരുപാട് പ്രശ്നങ്ങൾ ജനങ്ങൾക്കുള്ളിൽ തുറന്നു കാട്ടുന്ന ഒരു സമീപനമായിരുന്നു ഞാൻ സ്വീകരിച്ചിരുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങൾ അറിയണം ഇവിടെ നടക്കുന്ന എല്ലാ സംഭവങ്ങളും എന്നുള്ളൊരു എന്റെ ഒരു താല്പര്യത്തിന്റെ മീതെയാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഡയാലിസിസ് സെന്റർ, അതുപോലെ തന്നെ അതിജീവനം പദ്ധതി, ഇത്തരം പദ്ധതികളൊക്കെ വെറും പരാജയമായിരുന്നു എന്നുള്ള രീതിയിൽ ഞാൻ തുറന്നു കാട്ടാൻ ശ്രമിച്ചിരുന്നു. അത് 100% സത്യവുമാണ്. ഇപ്പൊ അടുത്തൊരു ദിവസം ഉണ്ടായ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ 936 പഞ്ചായത്തുകളിൽ 15 പഞ്ചായത്തുകൾ തെരഞ്ഞെടുപ്പ് ജനകീയമായി എന്താ പറയാ ജനകീയ പഞ്ചായത്തിൽ ഉൾപ്പെടുത്തി എന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷേ അത് ശരിയായ വിധത്തിലല്ല എന്ന് തന്നെയാണ് ഞാൻ അന്നും ഇന്നും പറയുന്നത്. അതിന് പ്രസിഡന്റ് നമ്മുടെ പഞ്ചായത്തിന്റെ ഗ്രൂപ്പിൽ അത് ഇട്ടപ്പോൾ തീർച്ചയായും ഞാൻ അതിന് പ്രതികരിച്ചിരുന്നു. എന്താണ് നമ്മൾ ജനകീയമായി ചെയ്തു കൊടുത്തത്? ജനങ്ങളെ വിഡ്ഢികളാക്കുന്നതിന് ഒരു പരിധിയുണ്ട്. ജനകീയമായി നമ്മൾ ചെയ്തു കൊടുത്ത എന്തൊക്കെ കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ ഭരണസമിതിയുടെ കാര്യങ്ങളെന്ന് പറഞ്ഞത്. കഴിഞ്ഞ ഭരണസമിതിയുടെ കാര്യങ്ങളിൽ ഞാൻ അക്കമിട്ട് തന്നെ അതിൽ ചോദിച്ചതാണ് എന്തൊക്കെയാണ് പദ്ധതികൾ. ഡയാലിസിസ് സെന്റർ, ഇന്ന് ഡയാലിസിസ് സെന്ററിന്റെ അവസ്ഥ എന്താണ്? ആ ഡയാലിസിസ് സെന്ററിന്റെ എഗ്രിമെന്റ് കരാർ വെച്ചത് തന്നെ
ഒരു അഡ്വക്കേറ്റായ പ്രസിഡന്റ് കരാർ വെച്ചതിൽ തന്നെ വലിയധികം വീഴ്ചയാണ് സംഭവിച്ചിട്ടുള്ളത്. ഒന്നാം പാർട്ടിയും രണ്ടാം പാർട്ടിയും മെഡിക്കൽ ഓഫീസറും പ്രസിഡന്റും സാക്ഷി മാത്രമാണ് ഈ കമ്പനി, കരാർ കമ്പനി. അതൊരു അഡ്വക്കേറ്റിന്റെ അടുത്ത് അല്ലെങ്കിൽ പ്രസിഡന്റിന് പറ്റിയ വീഴ്ച തന്നെയാണ്. അതിനെ ഞാൻ തുറന്നു കാട്ടാൻ ശ്രമിച്ചു. അതുപോലെ തന്നെ ഡയാലിസിസ് എന്ന് പറഞ്ഞ മെഷീൻ ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോയത്, അത് നിരന്തരമായി ഞാൻ ഇതിനെതിരെ ബോർഡുകളിൽ വിഷയം ഉണ്ടാക്കുകയും അതിന്റെ പ്രകാരം തന്നെ തിരിച്ചു കൊണ്ടുവന്ന മെഷീൻ വ്യാജ മെഷീനാണ്, നമ്മുടെ മെഷീനല്ല, അതെല്ലാം തുറന്നു കാട്ടാൻ ശ്രമിച്ച അന്ന് മുതൽ ഞാനൊരു തലവേദനയാണ് പ്രസിഡന്റ്. ഈ കാര്യം ഞാനിപ്പോ അടുത്ത ദിവസം കൂടി ഈ ഡയാലിസിസ് നല്ല നിലയ്ക്ക് നടക്കാൻ വേണ്ടിയിട്ട് മാറഞ്ചേരി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലേക്ക് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ലെറ്റർ അടക്കം കൊടുത്തു. ആ ലെറ്റർ അടക്കം ബോർഡിനെടുക്കാൻ പ്രസിഡന്റ് സമ്മതിച്ചില്ല. എടുക്കാൻ പറ്റില്ല എന്നുള്ള കർശന എന്താണ് എന്റെ അധികാരം ഉപയോഗിച്ച് ഈ ബോർഡിൽ എടുക്കാൻ പറ്റില്ല എന്ന് പ്രസിഡന്റ് ബോർഡിൽ തുറന്നു പറയണം. അതിന്റെ പ്രകാരം ഞാൻ ബോർഡിൽ നിന്ന് ഇറങ്ങി പോകുന്ന ആളാണ്. അപ്പൊ അത്ര ഞാനൊരു തലവേദന, എന്നെ തലവേദന എന്തെങ്കിലും കേസിൽ കുടുക്കി എന്നെ തളർത്തണമെന്നാണ് അവർ മോഹിക്കുന്നത്. അതൊരു വെറും വ്യാമോഹമാണ്. ഞാനത് ഒരു പ്രശ്നത്തിന്റെ അവസാനം വരെ ഞാൻ എന്തായാലും പോരാടും. ഈ കേസുമായി എന്റെ പാർട്ടി UDF സംവിധാനം തീർച്ചയായും കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ കേസുമായിട്ട് മുന്നോട്ട് പോകും. അത് അറസ്റ്റ് വരിച്ചിട്ടോ റിമാൻഡിലായിട്ടോ എന്ത് തന്നെയായാലും കേസ് നടത്താൻ തന്നെയാണ് തീരുമാനം. കാരണം ഇത്തരത്തിൽ ഞാൻ പുറകോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായും ഇവരെ പോലത്തെ സമീപനമുള്ളവരെ നാളെ പ്രതികരിക്കുന്നവരെല്ലാം നിശബ്ദമാക്കുന്ന തരത്തിലുള്ള രീതി തുടർന്നാൽ നമ്മുടെ നാടിന് ആപത്താണ്. അതാണ് ഇവിടെ താങ്കൾക്കെതിരെ ഉണ്ടായിട്ടുള്ള ആരോപണം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീത്വം അപമാനിച്ചു, അതിന്റെ പ്രചരണം സ്വമേധയാ ഏറ്റെടുത്തു എന്നുള്ളത്. താങ്കൾക്കെതിരെ സാക്ഷികളെയും അവർക്ക് നിരത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ആരോപണത്തെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? തീർച്ചയായും ഒരു അസംബന്ധമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാറഞ്ചേരിയിലെ മിക്ക ആളുകൾക്കും ഈ ഒരു പോസ്റ്റ് കിട്ടിയതാണ്, സേവ് CPM എന്ന് പറയുന്ന പോസ്റ്റ്. ഞാന് എന്റെ കട തുറക്കാൻ എന്റെ കടയുടെ മുന്നിൽ നിന്ന് എനിക്ക് കിട്ടുന്നത് ഈ സാധനം ഞാൻ പഞ്ചായത്തിൽ പോയപ്പോൾ എന്റെ സഹപ്രവർത്തകരായ മെമ്പർമാർക്ക് കാണിച്ചു കൊടുത്തു. ഇത് നമ്മുടെ പ്രസിഡന്റിനെ പറ്റിയുള്ളതാണ്. മെമ്പർമാർക്ക് കാണിച്ചു കൊടുത്തു. അതിന് രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ല. എല്ലാ മെമ്പർമാർക്കും ഞാൻ കാണിച്ചു കൊടുത്തു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു എന്നുള്ളതാണ് ഞാൻ ചെയ്ത തെറ്റ്. അതൊരു പ്രചരണം എന്ന് നിലയ്ക്ക് പറയുന്നത് വളരെയധികം മോശമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതൊക്കെ വ്യക്തിവൈരാഗ്യമാണ്. സ്വാഭാവികമായ ഒരു സംശയത്തിലേക്ക്, പഞ്ചായത്ത് പ്രസിഡന്റ് താങ്കളുടെ സഹപ്രവർത്തകയാണ്. താങ്കളുടെ സഹപ്രവർത്തകർക്കെതിരെ അവരുടെ വ്യക്തിഹത്യക്ക് ഉള്ള ഒരു നോട്ടീസാണ് താങ്കളുടെ കയ്യിൽ കിട്ടിയത്. ഈ ഒരു സംഭവത്തെ കുറിച്ച് പ്രസിഡന്റിനെ നേരിട്ട് ഇൻഫോം ചെയ്യുക, അവരുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു. ഞാൻ പ്രസിഡന്റിനെ വിളിക്കാൻ ശ്രമിച്ചിരുന്നു. പ്രസിഡന്റ് ഇവിടെ ഉണ്ടായിരുന്നില്ല, ഹിമാചൽ പ്രദേശിലായിരുന്നു. പ്രസിഡന്റ് വിളിച്ചിട്ട് കിട്ടിയില്ല. ഞാൻ അവർ വന്നപ്പോൾ പറഞ്ഞു നിങ്ങളെ ഞാൻ കുറെ വിളിച്ചു, കിട്ടിയില്ല. അപ്പൊ അവർ ഫോൺ ഓഫ് ചെയ്യുന്നത് എന്നോട് അവർ പറഞ്ഞു, ഫോൺ അവിടെ റേഞ്ച് ഇല്ലാത്തതാണ്. അത് പ്രകാരം ഇത് കിട്ടിയപ്പോൾ നമ്മൾ പ്രവർത്തകർക്ക് കാണിച്ചു കൊടുക്കുന്നുള്ളൂ. അതൊരു പ്രചരണം എന്ന നിലയ്ക്ക് പറയുന്നത് തീരെ ശരിയല്ല. പിന്നെ ഇതെല്ലാം ഞാൻ പറയുമല്ലോ, വ്യക്തി വൈരാഗ്യം, രാഷ്ട്രീയപരമായി നമ്മളെ തകർക്കാനുള്ള ഒരു ശ്രമം. തീർച്ചയായും ഇത്തരം പ്രവൃത്തികൾ പ്രസിഡന്റിന് ഒരു ഭൂഷണമല്ല. തീർച്ചയായും ഒരുപക്ഷെ ഒരു പഞ്ചായത്ത് മെമ്പർ സ്ഥാനം തന്നെ നഷ്ടപ്പെട്ടേക്കാവുന്ന രീതിയിലുള്ള ഒരു കേസാണ് ഇപ്പോൾ ഫയൽ ചെയ്തത്. കേസുമായിട്ട് അവർ മുന്നോട്ട് പോവുകയോ കേസിൽ വിജയിക്കുകയോ പരാജയപ്പെടുകയോ ചെയ്യും. അത് കേസിന്റെ ഭാവിയാണ്. ഒരുപക്ഷെ അത്തരത്തിലൊരു നെഗറ്റീവ് രീതിയിലേക്ക് കേസ് മൂവ് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ താങ്കളുടെ ഒരു മെമ്പർ സ്ഥാനം വരെ രാജിവെക്കേണ്ട ഒരു സാഹചര്യത്തിൽ ഉള്ള രീതിയിലേക്ക് മൂവ് ചെയ്യാവുന്ന ഒരു കേസാണ്. ആ രീതിയിൽ ഈ കേസിനെ എങ്ങനെ കാണുന്നു? തീർച്ചയായും ഞാൻ പറഞ്ഞല്ലോ, എന്റെ പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിൽ നിന്ന് ജയിച്ചു വന്ന ഒരാളാണ് ഞാൻ. എന്റെ പ്രസ്ഥാനം ഐക്യജനാധിപത്യ മുന്നണി ഏറ്റെടുത്ത ഒരു കേസാണിത്. ഐക്യജനാധിപത്യ മുന്നണി തന്നെ ഈ കേസ് ഏറ്റെടുത്ത് ഇത് ഏത് തലം വരെ പോകാണെങ്കിലും അത് കേസ് തെളിയിക്കാൻ കഴിയും. ഞാൻ ചെയ്ത തെറ്റെന്താണ്? ഇതിന് കത്തിന്റെ ഉറവിടം കണ്ടെത്തട്ടെ. അതാണല്ലോ അവർ ആദ്യം ചെയ്യേണ്ടത്. അല്ലാതെ ഇത് മെമ്പർമാർക്ക് കാണിച്ചു കൊടുത്തു എന്നുള്ളതാണോ ഒരു തെറ്റ്? ഈ കത്തിന്റെ ഉറവിടം എവിടെ? ഇവിടുത്തെ CPMനുള്ള വിഭാഗീയത മുകളിൽ എത്രയോ കത്തുകളോടെ ഇറങ്ങിക്കഴിഞ്ഞു. ഞാൻ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് അവർ ഈ നോട്ടീസിൽ അവർക്കെതിരെ വന്ന ആ പരാമർശം അത് ശരിയല്ല എന്ന് തന്നെയാണ് അന്നും ഇന്നും ഞാൻ പറയുന്നത്. ഈ പഞ്ചായത്തിലെ മെമ്പർമാരോട്, എന്റെ സഹപ്രവർത്തകരായ മെമ്പർമാരോട് ഞാൻ കാണിച്ചു കൊടുത്തവരോട് നിങ്ങൾ ചോദിക്കാം. ഞാൻ അവരോട് ഇത് കാണിച്ചു കൊടുക്കുമ്പോൾ പറഞ്ഞല്ലോ, തീർച്ചയായും ഈ കത്തിനെതിരെ ഞാൻ എതിരെയാണ്. ഇതിലെ ഈ പറയുന്ന കാര്യങ്ങൾക്ക് ഞാൻ എതിരെയാണ്. അവർ അത്തരത്തിലുള്ള സ്ത്രീയല്ല. ഇതെല്ലാം ഞാൻ എന്റെ സഹപ്രവർത്തകരോട് പറഞ്ഞ കാര്യമാണ്. പക്ഷേ ഇപ്പൊ എന്റെ രണ്ട് സഹപ്രവർത്തകരെ, ഇടതുപക്ഷത്തിന്റെ 2 മെമ്പർമാരെ സാക്ഷികളാക്കിയാണ് അവർ കേസ് കൊടുത്തിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും രാഷ്ട്രീയമാണ്. നേരത്തെ പറഞ്ഞ പോലെ ഈ മെമ്പർ സ്ഥാനവുമായി ബന്ധപ്പെട്ട് ഒരു രാജി വെക്കേണ്ട ഒരു സാഹചര്യം ഉൾത്തിരിയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും പ്രതികരണം? അത് എന്റെ പാർട്ടിയുമായി ആലോചിച്ച് ഞാൻ ചെയ്യും. അത്തരം ഒരു കുറ്റമൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ.
ഇത് ഇവിടുത്തെ നീതിന്യായ വകുപ്പ് അല്ലെങ്കിൽ ഇവിടുത്തെ കോടതി, ആ കോടതി തീരുമാനിക്കുന്ന എന്ത് ശിക്ഷയും ഞാൻ നേരിടാൻ തയ്യാറാണ്. അതേസമയം എനിക്കെതിരെ ഈ എന്റെ മാനനഷ്ടം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഇത്തരം കേസുമായി മുന്നോട്ട് പോകുന്ന പ്രസിഡന്റിനെതിരെ ഞാൻ മാനനഷ്ടത്തിന് ഞാൻ കേസ് കൊടുക്കാൻ പോവുകയാണ്. കാരണം ഈ പ്രദേശത്ത് അല്ലെങ്കിൽ ഈ രാജ്യത്ത് ഏതൊരു വ്യക്തിക്കുമുള്ള അവകാശമാണ്. അത് ഒരാളെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനോ അല്ലെങ്കിൽ ഈ വ്യക്തിയെ അവഹേളിക്കാനോ വേണ്ടി മനഃപൂർവ്വം ചെയ്തൊരു കാര്യമല്ല. നമുക്ക് കിട്ടിയ കാര്യം നമ്മുടെ സഹപ്രവർത്തകരോട് പങ്കുവച്ചു. സ്വാഭാവികമായും മറ്റൊരു ചോദ്യം കൂടി, താങ്കൾ ഇതിന്റെ ഉറവിടത്തെ കുറിച്ച്, ഇപ്പൊ താങ്കൾ ആരോപണ വിധേയനും കൂടിയാണ്, താങ്കൾ ഇതിന്റെ ഉറവിടത്തെ കുറിച്ചൊരു അന്വേഷണം വല്ലതും നടത്തിയിരുന്നു? എനിക്കതിന്റെ ഉറവിടത്തെ കുറിച്ച് അന്വേഷിക്കേണ്ട കാര്യമില്ല. കാരണം എന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നവുമല്ല. എന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണെങ്കിൽ സഹപ്രവർത്തകരെ ബാധിക്കുന്ന പ്രശ്നം സ്വാഭാവിക സഹപ്രവർത്തകരെ ബാധിക്കുന്ന കാര്യമാണെങ്കിൽ തീർച്ചയായും അവർ ബോർഡിൽ ചർച്ച ചെയ്യണ്ടേ. അവരെ എന്നോട് എനിക്കെതിരെ പരാതി ഉണ്ടെങ്കിൽ തീർച്ചയായും അവരെന്നോട് പറയണം. എന്ത് ശ്രീത്ത് നീ ചെയ്ത് ശരിയല്ല. ഞാൻ താങ്കൾ ആവർത്തിച്ച് പറയുന്നത് സഹപ്രവർത്തകരാണ്. സ്വാഭാവിക സഹപ്രവർത്തകർക്കെതിരെ ഒരു പുറമെ നിന്ന് ഒരു ആരോപണം ഉന്നയിക്കുന്നു, ആരോ ആവട്ടെ എക്സ് ഓർ വൈ, ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു അന്വേഷിക്കാനുള്ള ഒരു തുറ ഉണ്ടാവില്ല. അത് ആരുടെ ഭാഗത്തുനിന്ന്. അപ്പൊ നമ്മളുടെ ഉദാഹരണം നിങ്ങളുടെ പാർട്ടിയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ സംഘടനയിൽപ്പെട്ട ഒരു സഹപ്രവർത്തകന് നേരെ ഒരു ആരോപണം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും താങ്കളുടെ ഒരു അന്വേഷണം ഉണ്ടാവും, ആരാണ് ഇതിന്റെ പുറകിലെന്നുള്ളത്. ഇത്തരത്തിലുള്ള ഒരു അന്വേഷണം എപ്പോഴെങ്കിലും നടത്താൻ ശ്രമിച്ചത്? ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ശ്രമിക്കേണ്ട കാര്യമില്ല. ഇത് മാറഞ്ചേരിയെ അപേക്ഷിച്ച് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം, മാറഞ്ചേരിയിൽ ഈ നോട്ടീസിന്റെ ഉറവിടങ്ങളൊക്കെ എവിടെ നിന്ന് ഉത്ഭവിക്കുന്നതെന്ന്. ഇവിടെ എന്തുകൊണ്ട് കോൺഗ്രസിനെതിരെ നോട്ടീസ് വരുന്നില്ല? ഇവിടെ എന്തുകൊണ്ട് ലീഗിനെതിരെ നോട്ടീസ് വരുന്നില്ല? ഇവിടുത്തെ CPM-ലെ വിഭാഗീയത നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും നമുക്ക് ഇത് ഉറവിടം അന്വേഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. തീർച്ചയായിട്ടും CPM-ന്റെ ഭാഗത്തു നിന്ന് തന്നെയാണ് ഇത്തരത്തിലൊരു നോട്ടീസ് ഇറങ്ങിയിട്ടുള്ളതെന്ന് തന്നെയാണ് താങ്കൾ ഉറച്ചു വിശ്വസിക്കുന്നത്? അത് ഞാനിപ്പോ പറയാൻ തയ്യാറല്ല. കാരണം ആരാണ് ഏതാണ് എന്ന് പറയാൻ അറിയാത്ത സ്ഥിതിക്ക് ഞാൻ പറയാൻ തയ്യാറല്ല. എന്തായാലും എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാറഞ്ചേരിയെ അപേക്ഷിച്ച് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഒരു എന്താ പറയാ സഹോദര തുല്യത്തോടെ തന്നെ പ്രവർത്തിക്കുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ അത്തരത്തിലുള്ള ബാക്കിയുള്ള പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഇവിടെ ഒരു രാഷ്ട്രീയ സംഘർഷങ്ങളോ മറ്റ് അനിഷ്ട സംഭവങ്ങളോ നടക്കാത്ത ഒരു സ്ഥലമാണ്. അത്തരമൊരു സ്ഥലത്ത് ഇത്തരത്തിലുള്ള ഒരു കേസുമായി പ്രസിഡന്റ് പോകുന്നത് ഇവിടുത്തെ ഈ രാഷ്ട്രീയ കക്ഷികൾ തമ്മിലുള്ള ബന്ധത്തെ ഉലയ്ക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്റെ അറിവ് വെച്ചുകൊണ്ട് എന്റെ ഒരു ആളുകളുമായുള്ള സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ പ്രസിഡന്റ് ഏകപക്ഷീയമായ ഒരു പോക്കാണ് തോന്നുന്നത്. തീർച്ചയായും CPM എന്ന പാർട്ടി ഇത്തരത്തിലുള്ള ഒരു നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. കാരണം മാറഞ്ചേരിയുടെ സമാധാനമാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും താല്പര്യം. അതുകൊണ്ട് തന്നെ ഒറ്റൊരു ചോദ്യം കൂടി, ഈ ഒരു കേസുമായി അവർ മുന്നോട്ട് പോകുന്നു, താങ്കളും താങ്കളുടെ പാർട്ടിയും താങ്കളോടൊപ്പം ഉണ്ടെന്ന് താങ്കൾ പറയുന്നു, ഉറച്ചു നിൽക്കാൻ തന്നെയാണ്? തീർച്ചയായിട്ടും UDF-ന്റെ ഏകോപന സമിതി കൂടി തീർച്ചയായിട്ടും എനിക്ക് പൂർണ്ണ പിന്തുണ നൽകിയിട്ടുണ്ട്. കേസ് പാർട്ടിയാണ് ഏറ്റവും നടത്തുന്നത്. അതുകൊണ്ട് തന്നെ എന്റെ പാർട്ടിയും ഐക്യജനാധിപത്യ മുന്നണി എന്റെ ഒപ്പം തന്നെ ഉണ്ട്. ഇരുകൂട്ടരും നമ്മളോട് ഇതുവരെ പങ്കുവച്ചത് സ്വപക്ഷങ്ങളായിരുന്നു. ഇരുകൂട്ടരും അവരുടെ പക്ഷങ്ങളിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. പ്രസിഡന്റ് ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നു, അത് വ്യക്തമായ വ്യക്തിഹത്യയാണെന്നും ഒരു സ്ത്രീത്വത്തെ പൂർണ്ണമായി അവഹേളിക്കുന്ന രീതിയിൽ ആക്ഷേപിക്കുന്ന രീതിയിലാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയതെന്നും അതിന് കേസ് ഏതറ്റം വരെ പോയിട്ടാണെങ്കിലും നീതി ലഭ്യമാക്കുന്നത് വരെ താൻ അതുമായി മുന്നോട്ട് പോകുമെന്നും യാതൊരുവിധ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിനുള്ള അഡ്ജസ്റ്റ്മെന്റുകളിലൂടെയോ ഈ കേസ് ഒത്തുതീർപ്പ് കേസായി മാറില്ല എന്നും അവർ ഉറപ്പുതരും. കാരണം അത് ചെയ്യേണ്ടത് ഒരു വനിത എന്ന രീതിയിലും ഒരു മഹിളാ അസോസിയേഷൻ പ്രവർത്തക എന്ന രീതിയിലും പൊതുപ്രവർത്തക എന്ന രീതിയിലും ഒക്കെ തന്റെ കടമയാണെന്നും ഉത്തരവാദിത്തമെന്നും അവർ വാദിക്കുമ്പോൾ ഇത് പൂർണ്ണമായും വ്യക്തിവിരോധം തീർക്കാനുള്ള രാഷ്ട്രീയം കളിച്ചുകൊണ്ടുള്ള ഒരു കേസാണെന്ന് ശ്രീജിത്തും നമ്മോട് പങ്കുവച്ചു. മാറഞ്ചേരിയിലെ ഫെസ്റ്റിന് ശേഷം പഞ്ചായത്തിനകത്തെ രാഷ്ട്രീയം മൊത്തത്തിൽ മാറിമറിയുകയാണ്. അതിന്റെ തുടർച്ചയെന്ന് വേണം ഈ ഒരു കേസിനെയും ഇതിന്റെ മുന്നോടിയായി ഇറങ്ങിയ നോട്ടീസുകളെയും നമുക്ക് വ്യാഖ്യാനിക്കാം. ചർച്ചകൾ മാറഞ്ചേരിയിൽ പുരോഗമിക്കുമ്പോൾ പക്ഷവും മറുപക്ഷവും നിങ്ങളിലേക്ക് തിരിച്ചുവരും. പുതിയ വാർത്തകളും അവരുടെ പക്ഷങ്ങളുമായി അതുവരെയും കാത്തിരിക്കുക. തൽക്കാലം വിടവാങ്ങിയാണ്. പക്ഷം മറുപക്ഷത്തിന്റെ ഈ ഒരു എപ്പിസോഡ് മാത്രം ഇവിടെ അവസാനിക്കുന്നു. പക്ഷേ വാർത്തകൾ അവസാനിക്കുന്നില്ല. മാറഞ്ചേരിയുടെയും പരിസര പ്രദേശങ്ങളിലുള്ള വാർത്തകളുടെയും വിശേഷങ്ങളുടെയും തത്സമയ ദൃശ്യങ്ങളും വിശേഷങ്ങളും നിങ്ങൾക്ക് നേരിട്ട് ലഭ്യമാകുന്നതിന് വേണ്ടി www.facebook.com/മാറഞ്ചേരി ന്യൂസ് ഓൺലൈൻ എന്ന പേജ് ലൈക്ക് ചെയ്യുക. അത് മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. അടുത്ത ഒരു എപ്പിസോഡുമായി നിങ്ങളിലേക്ക് തിരിച്ചെത്തും വരെ തൽക്കാലം വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം.